മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരോട് കാണിച്ചത് ക്രൂരതയെന്ന ട്രാവൽ ഏജൻസി അസോസിയേഷൻ. യാത്രക്കാർക്ക് വിമാന കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്നും സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് കെ വി മുരളീധരൻ ജനം ടിവിയോട് പറഞ്ഞു. എയർ ഇന്ത്യ വിമാനത്തിന്റെ അപ്രതീക്ഷിതമായ റദ്ദാക്കലിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായത് യാത്രക്കാരാണ്. പല ആവശ്യങ്ങൾക്കായി തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായി ഒക്കെ തന്നെ യാത്രക്കെത്തിയ നിരവധി പേരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തത്. അതിൽ പലരും ട്രാവൽ ഏജൻസികളെ ആണ് അതിൽ പഴിചാരുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രാവൽ ഏജൻസിയുടെ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ സാർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് യാത്രക്കാർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ പലരും പല നിരാശയും കണ്ണീരുമായിട്ടാണ് നിൽക്കുന്നത്. അതിൽ ട്രാവൽ ഏജൻസികളെ പോലും അവർ പഴിചാരുന്ന സാഹചര്യം. എന്താണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകാനായ കാരണം? എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മാനേജ്മെൻറ്റ് ഈ യാത്രക്കാരോട് ചെയ്തത് കൊടും ചതിയാണ്. സാധാരണ ഇവിടെ നേരത്തെ ഒത്തിരി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിമാന കമ്പനികൾ സമരം നടത്താറുണ്ട്. പ്രത്യേകിച്ച് എയർ ഇന്ത്യയിൽ തന്നെ 10-25 കൊല്ലം മുമ്പ് നിരവധി സമരങ്ങളുണ്ടായിട്ടുണ്ട്. യാത്രക്കാരോടൊക്കെ വളരെ മാന്യമായിട്ട് അവർ പെരുമാറുമായിരുന്നു. എനിക്ക് മനസ്സിലാവാത്തത്, ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഈ യാത്രക്കാരോട് ക്രൂരമായിട്ടുള്ളൊരു നിലപാടാണ് എയർ ഇന്ത്യ മാനേജ്മെൻറ്റ് എടുത്തത്. ഇത് ഇവിടുത്തെ ലോക്കൽ മാനേജ്മെൻ്റ് അല്ല. ഇതിൻ്റെ ടാറ്റ എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയാണ്, ഒരു വലിയൊരു കോർപ്പറേറ്റ് ജെയിൻ്റാണ്. അവരുടെ കയ്യിൽ 4 വിമാന കമ്പനികളുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, വിസ്താരയുണ്ട്, എയർ ഏഷ്യ ഉണ്ട്. ആ ഒരു വിമാന ഗ്രൂപ്പ് യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഒരു വെള്ളം പോലും കൊടുക്കാനുള്ള സാമാന്യ മര്യാദ എയർപോർട്ടിൽ കാണിച്ചില്ല. യാത്രക്കാർക്ക് സ്വാഭാവികമായിട്ട് സമരമുണ്ടാകും, അത് അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ അവർ ചെയ്യേണ്ടത് യാത്രക്കാരോട് പറയണം, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചു പോകണം, തിരിച്ചു പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോഴുള്ള നിങ്ങളുടെ ടാക്സി ഫെയർ ഞങ്ങൾ കൊടുക്കും. അല്ലാത്ത അർജൻറ്റായിട്ട് വിസ എക്സ്പയർ ചെയ്യും, ജോലി നഷ്ടപ്പെടും, അങ്ങനെയുള്ള 2-3 കേസുകളെ കാണുള്ളൂ ഒരു ഫ്ലൈറ്റിൽ. അവരെ മാറ്റി നിർത്തി അവരെ അത് മനസ്സിലാക്കി അടുത്ത ഇവരുമായി ടൈപ്പുള്ള വിമാന കമ്പനികളിൽ ഈ ടിക്കറ്റ് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾ സമരമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു നിലപാടെടുത്തത് വളരെ വേദനാജനകമാണ്. എനിക്കിതിലും കൂടുതൽ വേദന തോന്നിയത് എന്താണെന്നറിയോ? ഇവിടെ ഒരു കേരള സർക്കാരുണ്ട്, ഇവിടെ അതിനൊരു ഭരണ സംവിധാനമുണ്ട്. ഈ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരും പ്രതികരിച്ചില്ല. പോട്ടെ, ഇനി പ്രതിപക്ഷമുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനക്കം ഉണ്ടായില്ല. ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്, വോട്ട് കഴിഞ്ഞോടുകൂടി ജനപ്രതിനിധികളുണ്ട്, MP-മാരുണ്ട്. അവർ കേന്ദ്ര വ്യോമയാന വകുപ്പിലും DGCAയിലും ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് നടപടി എടുക്കാമായിരുന്നു. ഇതിപ്പോൾ ദിവസം ഇപ്പോൾ 2 ദിവസമായി, 3-ാമത്തെ ദിവസമായി, മിനിഞ്ഞാന്ന് തൊട്ട് തുടങ്ങിയതാണ്. ആരും പ്രതികരിക്കുന്നില്ല. വളരെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എയർ ഇന്ത്യയുടെ അധികൃതരുമായി എയർപോർട്ടിൽ നിൽക്കുന്ന താഴേക്കിടയിലെ ജീവനക്കാർ അവരോട് ചോദിക്കുന്ന സമയത്ത് അതിലെ പല ക്രൂവിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മെഡിക്കൽ ലീവ്, പുലർച്ചെ മെഡിക്കൽ ലീവ് എടുത്തിട്ടുണ്ട്, ഇന്നലെ അർദ്ധരാത്രി മെഡിക്കൽ ലീവ് എടുത്തിട്ടുണ്ട്, അടിയന്തര മെഡിക്കൽ ലീവ് എടുത്ത് അവർ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രൂ കമ്പനി ഇല്ലാതെ ഈ എയർ ഇന്ത്യ വിമാനം അത് റൺ ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നമായി അവർ പറയുന്നത്. എന്തായിരിക്കും അത്തരത്തിലൊരു നടപടിയിലേക്ക് ആ ജീവനക്കാർ നീങ്ങാനുണ്ടായ ഒരു കാരണം? അല്ല, ഇത് ഞാൻ മനസ്സിലാക്കിയത്, ഇവർ നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലുണ്ടായിരുന്ന പഴയ സ്റ്റാഫുകളാണ്. ഇവരൊക്കെ സൂപ്പർവൈസറി ഗ്രേഡിലുള്ളവരാണ്, ഇൻഫ്ലൈറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ഗ്രേഡിലുള്ളവരാണ്. അവരില്ലാതെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരെ ജൂനിയർ സ്റ്റാഫുകൾക്കൊന്നും യാതൊരു പൾസേഴ്സ് മറ്റേ എയർ ഹോസ്റ്റസൊന്നും സാധാരണക്കാർക്ക് കുഴപ്പമില്ല. അത് അവർ സമരത്തിൻ്റെ ഭാഗം അതാണ്. ലൈറ്റിംഗ് സമരം അവർ നോട്ടീസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അവരെ പിരിച്ചുവിടൽ നടപടി തുടങ്ങിയത്. അവരുടെ ഭാഗത്ത് ശരിയാണ്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത്. പക്ഷേ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട യാത്രക്കാരോട് ക്രൂരത കാണിക്കാൻ പാടുണ്ടോ? അതിലിവിടുത്തെ ഭരണാധികാരികളും മറ്റുള്ളവരും ഇടപെടാത്ത എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സംഭവം ഉണ്ടാവും, ഇവിടെ ഇഷ്യൂസ് ഉണ്ടാവും. ജനങ്ങളോട്, യാത്രക്കാരോട്, പാവപ്പെട്ട ഗൾഫ് മലയാളികളോട് കാണിക്കുന്ന ഒരു കൊടുംചതിയാണ് ഈ കാണിച്ചത്. അവർക്ക് യാതൊരു സൗകര്യം ഏർപ്പെടുത്തില്ല. സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് അവർ തിരിച്ചു വരാനുള്ള ഇത് കൊടുക്കണം, ടാക്സി ഫെയർ കൊടുക്കണം, അവർക്ക് മറ്റുള്ള സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് മാറ്റി കൊടുക്കണം. ഇതൊക്കെ ചെയ്യാതെ അവരങ്ങോട്ട് കൈമലർത്തി. ഇവിടുത്തെ ജീവനക്കാരൊക്കെ താഴെക്കടയുള്ളവർ അവർക്കൊന്നും ഇത് ഡിസിഷൻ എടുക്കാൻ. പക്ഷേ ബോംബെയിൽ നിന്ന് ഡയറക്ഷൻ വരണമായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, 4 വിമാന കമ്പനികൾ ഉള്ള ഒരു ജയൻറ്റ് ഒരു കോർപ്പറേറ്റ് ക്ലയൻ്റാണ് ഈ ടാറ്റ ഗ്രൂപ്പ്. അവരുടെ ഭാഗം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയൊരു അനാസ്ഥ, ഇത്ര വലിയ കുറ്റകരമായ അനാസ്ഥ, സാധാ അനാസ്ഥയല്ല ഉണ്ടായതിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കണം. മാത്രമല്ല, ഈ കാര്യത്തിൽ
ഞങ്ങൾ DGCAയിൽ ബന്ധപ്പെടും, DGCA പരാതി കൊടുക്കും, എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ നടപടി വേണമെന്ന് ഞങ്ങൾ നിഷ്കർഷിക്കും. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാർ സംവിധാനം ഇടപെട്ടില്ല എന്നതാണ് അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങ് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഈ വിദേശ മലയാളികളെ സംരംഭത്തിന് വേണ്ടി ലോക കേരള വരെ സഭ വരെ നടത്തി അതിൽ വലിയ ആഡംബരം കാട്ടുന്ന ഒരു സർക്കാരുള്ള നാട്ടിലാണ് ഇത്തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയണത് ഭംഗിയായിരിക്കില്ലെന്ന് തോന്നുന്നു. ഇവിടെ മുഖ്യമന്ത്രിയാണെങ്കിൽ സ്ഥലത്തില്ല, ടൂറിസം മന്ത്രി സ്ഥലത്തില്ല, പിന്നെ ആരാണ് ഇതിൽ പ്രതികരിക്കേണ്ടതെന്നുള്ളത് എനിക്ക് തോന്നുന്നു ട്രാൻസ്പോർട്ട് മന്ത്രിക്കാണ് ഈ വ്യോമയാനത്തിൻ്റെ ചാർജുള്ളത്. വ്യോമന ചാർജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഇടപെടാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇവിടെ മന്ത്രിസഭയിലുള്ള ഈവൻ ചീഫ് സെക്രട്ടറി ഇടപെടാം, ഇവിടെ ആരും ഇടപെട്ടില്ല. അതിലാണ് ദുഃഖം. കാരണം ഗൾഫ് മലയാളികളെ നമ്മളിപ്പോൾ കോവിഡ് കാലത്തും കണ്ടല്ലോ, ഗൾഫ് മലയാളികളോടുള്ള സർക്കാരിൻ്റെയും ഇവിടുത്തെ മറ്റുള്ള സംവിധാനങ്ങളുടെയൊക്കെ നിലപാട് നമ്മൾ കണ്ടതല്ലേ. അവരെന്നും കറോ പശുക്കളാണ്. അല്ലാതെ ഗൾഫ് മലയാളികളെ കറോ പശുക്കളൊക്കെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും അല്ലാണ്ട് അവരുടെ മൗലികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ ട്രാവൽ പ്രശ്നങ്ങൾ ഒന്നും വരുമ്പോൾ ഇവരാരും ഇടപെടാറില്ല. ഇവരൊക്കെ കൈകെട്ടി നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇനി സർക്കാർ വേണ്ട, പ്രതിപക്ഷ നേതാവില്ലേ, പ്രതിപക്ഷത്തിൻ്റെ പാർട്ടികളില്ലേ ഇവിടെ, അവരെന്ത് നേതാക്കന്മാർ MP-മാരല്ലേ, അവരെന്തേ ഇടപെടാത്തേ? അടിയന്തരമായി അവർ ഇടപെടണം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ ഇലക്ഷനൊക്കെ വെച്ച് വോട്ട് ചോദിച്ചു വരുമ്പോൾ ജനങ്ങൾ അവരൊക്കെ പ്രതികരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വിദേശത്ത് ടൂറിലാണ്, ടൂറിസം വകുപ്പ് മന്ത്രി ടൂറിലാണ്, അദ്ദേഹം സൂചിപ്പിച്ചുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയും വിദേശത്താണ്. ഇവർക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനെങ്കിലും വിമാനം അത് പണിമുടക്കില്ലാതെ ഉണ്ടാകട്ടെ എന്നൊരു ആശംസ മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ നിധിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം.